നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിന്റെ കയ്യിൽ കാശുവല്ലരിപ്പുണ്ടോ? ഉണ്ടായിരുന്നു, പക്ഷേ ചിതല് തിന്നുപോയി. കളിയാക്കണ്ട, എനിക്ക് കാശിന് കുറച്ച് അത്യാവശ്യമുണ്ട്. എന്താ അതില്ലാത്തത്? ഞാനേ ക്യാഷ് അടിക്കുന്ന മെഷീനും കൊണ്ടൊന്നുമല്ല നടക്കുന്നത്. ചോദിക്കുമ്പോ ഇങ്ങനെ എടുത്തു തരാം. ദയവ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കാശ് ചോദിക്കുന്ന ഏർപ്പാടൊന്ന് നിർത്തണം. അത് നിർത്താൻ പോവാ. അതിനുവേണ്ടി ഇപ്പൊ ഈ കാശ് ചോദിച്ചേ. ഞാൻ ഒരു ഓഫീസിടാൻ പോവാ. വാടകയ്ക്ക് റൂം എടുക്കണ്ടേ? അതിന് അഡ്വാൻസ് കൊടുക്കണം. പിന്നെ ഇന്റീരിയർ എല്ലാം കൂടെ കുറച്ച് പൈസ ചെലവും. ഓഫീസ് ഓപ്പണിംഗ് ആയ പിന്നെ നീ എനിക്കൊന്നും തരണ്ട. പിന്നെ എനിക്ക് താനെ വരുമാനം വന്നോളൂ. എന്റെ കയ്യിൽ കാശില്ല വിഷ്ണു. അതും നുണ. ശരി, നീ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. കാശില്ല, എനിക്കത് വേണോ താനും. ഞാൻ പിന്നെ വേറെ ആരാണോ ചോദിക്കണ്ടേ? എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ സഹായിക്കേണ്ട ആളാണ് വിഷ്ണു. ഇപ്പൊ സംഭവിക്കുന്നത് നേരെ തിരിച്ച. ഇനിയെങ്കിലും എന്നൊന്ന് വെറുതെ വിട്ടൂടെ? മനസ്സിലായില്ല നീ എന്താ ഉദ്ദേശിച്ചെന്ന്. വെറുതെ വിടുക എന്ന് പറഞ്ഞ ഇനി ഞാൻ നിന്നെ അന്വേഷിക്കുക ചെയ്യേണ്ടതാണോ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ തമ്മിലൊരു കരാറില്ലേ, ആ കരാർ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അതിനിടയിൽ കയറി എനിക്ക് ശല്യങ്ങൾ ഉണ്ടാക്കരുതെന്നാ ഞാൻ അർത്ഥമാക്കിയത്. ഞാൻ നിനക്കിപ്പോ ഒരു ശല്യമല്ലടി. അതാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? അല്പം ബുദ്ധി പ്രയോഗിക്ക്, എന്നിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ മനസ്സിലാവും എന്റെ പ്രയാസം. എനിക്കൊന്നും കേക്കണ്ട. ഓഫീസ് തുടങ്ങാൻ കാശ് വരാൻ പറ്റുമല്ലേ? അത് മാത്രം നീ പറഞ്ഞാ മതി. ഓഫീസ് തുടങ്ങി നീ ഷെയർ ചെയ്തോ. നിനക്ക് നിന്റെ പ്രാക്ടീസ് അവിടെ ആവാലോ. അതൊന്നും എനിക്ക് ആവശ്യമില്ല. തന്നെയല്ല, വിഷ്ണു ഈ സിറ്റി തന്നെ ഒരു ഓഫീസ് ഇടുന്നത് ശരിയല്ല. വെറുതെ ആളുകളുടെ ശ്രദ്ധ അവിടേക്ക് വരും. എന്തിനങ്ങനെ ചെയ്യുന്നേ? അത് നമുക്ക് ദോഷമായിട്ടേ വരൂ. ആളുകളുടെ ശ്രദ്ധയാണോ അതോ അവന്റെ ശ്രദ്ധയാണോ? ആ സിദ്ധുവിന്റെ. അങ്ങനെ തന്നെയാണെന്ന് കൂട്ടിക്കോ. തൽക്കാലം ഇപ്പൊ ഓഫീസ് ഇടണ്ട. പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും? നോക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. ഞാനല്ലേ പറയുന്നേ. ഇത്തവണയും കൂടി ഒന്ന് ക്ഷമിക്ക്. ആ ശരി.